പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 150 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറിപ്പോകും. ആമേൻ. അത് എൻ്റെ അനുഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാമ്പത്തികത്തിനാണ്. എന്നാൽ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ അല്ലേലും എല്ലാ ദിവസവും അന്യഭാഷയിൽ സ്തുതിക്കും. എല്ലാ ദിവസവും ഒരു പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒരു 4-5 അധ്യായം ഞാൻ വായിക്കും. എല്ലാ ദിവസവും രാവിലെ കിടക്കപ്പായിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ സ്തുതിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ചായയെങ്കിലും കുടിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ കുടിക്കുകയില്ല. അത് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറത്തുള്ളൂ. ആമേ. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ അന്യഭാഷയിൽ സ്തുതിച്ചിട്ട് പ്രാർത്ഥിക്കും. രാത്രി 7 മണി തൊട്ട് 8-9 മണി വരെ ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇത് സ്പെഷ്യലാണ്. ഒരു സ്പെഷ്യൽ ടൈം കണ്ടെത്തി യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മൾ സ്തുതിക്കുക. ആമേൻ. 150 സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. കർത്താവിനെ സ്തുതിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ആമേൻ. ദൈവത്തെ നമ്മൾ എത്രത്തോളം സ്തുതിക്കുന്നു അത്രത്തോളം സ്തുതി നമ്മുടെ സ്ഥിതിയെ മാറ്റും. ആമേൻ. എത്രത്തോളം നാം കർത്താവിനെ സ്തുതിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന ആൾക്കാരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് എനിക്ക്. ജപ്തി എന്ന് പറയുമ്പോൾ 3 മാസത്തെ കാലാവധി കൊടുത്തവര്, 2 മാസത്തെ കാലാവധി കൊടുത്തവര്, അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ കുറച്ച് പൈസയെങ്കിലും അടച്ചിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആമേൻ. നിങ്ങൾ എല്ലാ ദിവസവും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞു നോക്കൂ. എല്ലാ ദിവസവും അന്യഭാഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്യഭാഷയിൽ നിങ്ങൾ സ്തുതിച്ചു നോക്കൂ. എല്ലാ ദിവസവും യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഈ ജപ്തി എന്ന പിശാചിനെ കർത്താവ് ഓടിച്ചുവിടും. ആമേൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ജപ്തിയൊന്നും വന്നിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കടമൊന്നുമില്ല. 1 രൂപ കടം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് കടം മേടിക്കുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കടം മേടിക്കത്തില്ല. പിന്നെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. 200 രൂപ ഞാൻ കടം മേടിച്ചു. ആ 200 രൂപ കർത്താവ് എനിക്ക് കൊടുക്കാനുള്ള സ്ഥിതിയും തന്നു. ആമേൻ. ഞാനിങ്ങനെ പ്രത്യേകിച്ചൊരു സമയമൊന്നും കണ്ടെത്തില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറയാൻ പോകുന്ന സമയത്ത് യഹോവയെ കർത്താവിനെ സ്തുതിക്കുക, ബൈബിള് വായിക്കുക. മറ്റുള്ളവരുടെ വീടുകളിൽ അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ പോകുന്ന സമയത്ത്, മറ്റുള്ളവരോട് അനാവശ്യമായി സംസാരിക്കാൻ പോകുന്ന സമയത്ത് ചില ആളുകളുണ്ട്, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എണീറ്റ് പണിയെല്ലാം തീർത്തിട്ട് ജോലിക്കൊക്കെ പോകും. ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകുന്നതിന് പകരം കണ്ട മ്യൂസിയത്തും ശംഖുമുഖത്തും കോവളത്തൊക്കെ പോയിരിക്കും. എനിക്കറിയാം. ഞാനങ്ങനെ തെളിവ് സഹിതം കണ്ടിട്ടുള്ളതാ. ഞാൻ അവരെ വിളിച്ചു ചോദിക്കും, ചേച്ചി ഇന്ന് വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, പള്ളിയിൽ വന്നില്ല, എന്ത് ചെയ്യും? ഞങ്ങൾ കോവളത്തിരിക്കണമെന്ന് പറയും. ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ദൈവത്തെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കേണ്ട സമയത്ത് ദൈവത്തെ സ്തുതിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകത്തുള്ളൂ. അല്ലാതെ കർത്താവിനെ ആരാധിക്കേണ്ട സമയത്ത് കോവളത്ത് ചെന്നിരുന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അല്ലാതെ ദൈവത്തെ മറന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ പാടില്ല. ആമേൻ. അതിനാൽ അവരോട് നമ്മൾ ഉപദേശിക്കും, ചേച്ചി ഈ ആരാധിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങനെ കോവളത്തിൽ പോയിരിക്കുന്നത് ശരിയാണ് എന്ന് ചോദിക്കുമ്പം അവർ എന്നോട് ചോദിക്കുന്നതാ, എന്നെ ഭരിക്കാൻ വരണ്ടാന്ന്. മനസ്സിലായി? ഞാൻ അവരെ ഭരിച്ചതാണോ? അവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുത്തല്ലേ.
ഇങ്ങനെ ഉപദേശിച്ച് എൻ്റെ നാട്ടിലുൾപ്പെടെ പല ക്രിസ്ത്യാനികളും എനിക്ക് വിരോധമായി മാറി. എന്നെ അവർ ശത്രുവായി കാണാൻ തുടങ്ങി. എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എന്നെ ഈ ലോകത്ത് ആര് ശത്രുവായി കണ്ടാലും എനിക്കൊരു വിരോധവുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം എൻ്റെ ഉള്ളിൽ നിന്നും ഭയം മാറിപ്പോയി. എനിക്ക് ഭയമെന്നുള്ള ഒരു സംഭവമേ എൻ്റെ ജീവിതത്തിലില്ല. ഒന്നിനെയും പേടിയില്ല. ദൈവത്തെ അല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനെയും ഒരു സൃഷ്ടിയെയും എനിക്ക് പേടിയില്ല. പിശാചിനെയും ഭൂതത്തെ ഒന്നിനെയും പേടിയില്ല. ആമേൻ. ഭയമില്ല, ഉള്ളിൽ ഭയമില്ല. പിന്നെ എങ്ങനെ ഞാൻ ഇവരെയൊക്കെ പേടിക്കും? ആമേൻ. എനിക്ക് കാരണം സകലത്തിലും ജയിച്ച ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് എൻ്റെ ഭയം ഉള്ളിൽ നിന്ന് മാറിപ്പോയത്. ഞാൻ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവ് എന്നിലും ഞാൻ എൻ്റെ ദൈവത്തിലും വസിക്കാൻ തുടങ്ങിയ ശേഷം ദൈവം എന്നോട് കൂടെ നടക്കുകയും കൂടെ വസിക്കുകയും ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭയം മാറിപ്പോയത്. അതുവരെ അല്പസ്വല്പമൊക്കെ പേടി ഉണ്ടായിരുന്നു. ആമേൻ. അതിനാൽ നമ്മൾ ആരാധിക്കേണ്ട സമയത്ത് കർത്താവിനെ ആരാധിക്കുക, സ്തുതിക്കേണ്ട സമയത്ത് ദൈവത്തെ സ്തുതിക്കുക, ബൈബിൾ വായിക്കേണ്ട സമയത്ത് വായിക്കുക. ഒരു പകല് മുഴുവൻ നിങ്ങളെ ദീർഘായുസോടെ കരുതിയ കർത്താവിന്, ദീർഘായുസോടെ വിളിച്ചുണർത്തിയ ദൈവത്തിന് സന്ധ്യ ആവുമ്പോഴത്തേക്കും ആ പകൽ അസ്തമിക്കുമ്പോൾ ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും അല്ലെ 1/2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുക. അത് ചെയ്യുന്നതിനും പകരം ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയാമോ? ഞാൻ സിനിമയും സീരിയലൊന്നും കാണത്തില്ല, അതെനിക്കറിയില്ല. പക്ഷെ 5 മണിക്കോ 4 മണിക്കോ അങ്ങോട്ട് സീരിയൽ തുടങ്ങും. അപ്പം അതിൻ്റെ മുമ്പിൽ കയറി ഇരിക്കണവർ രാത്രി 12 മണിയായാലും അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. ഇത് ഉപദേശിച്ച് എന്ത് സംഭവിച്ചു? അത് തന്നെയാണ്, ഞാൻ അവർക്ക് ശത്രുവായി മാറി. ആമേൻ. അപ്പം നമ്മൾ സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കാം. മറ്റുള്ളവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ നിൽക്കാതെ അസൂയപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവർ ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കുന്നു, സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കുന്നു, പള്ളിയിൽ പോകേണ്ട സമയത്ത് പള്ളിയിൽ പോകുന്നു. ആമേൻ. അതിനാൽ കർത്താവ് പറയുന്നു, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. തമ്പുരാൻ പറയുന്നു, ജപ്തി നോട്ടീസ് വന്നവരുടെ എല്ലാം ആ പൈശാചിക പ്രവൃത്തിയിൽ നിന്നും കർത്താവ് വിടുവിച്ചിരിക്കുന്നു. ആമേൻ. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഉപദേശം കൂടി തരാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതകരമായി സംസാരിച്ചിരിക്കുന്നു എന്നുകൂടി പറയുക. ആമേൻ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രാർത്ഥനാ വിഷയം ആവശ്യമുള്ളവർ ഫേസ്ബുക്കിൽ തന്നെ പ്രാർത്ഥനാ വിഷയം എഴുതി വിട്ടാൽ മതി. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നിട്ട് പ്രാർത്ഥനാ വിഷയം പറയാനെന്ന പേരും പറഞ്ഞ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർ എന്നെയും എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ദൈവത്തെയും കുറ്റം പറയാൻ തുടങ്ങും. അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഞാൻ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. നമ്മൾ അങ്ങനെ പറയുന്നതേ വളരെ മോശം കാര്യമാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി സംസാരിക്കുന്നതേ വളരെ മോശം കാര്യമാണ്. ആമേൻ. മറ്റുള്ളവർക്കുണ്ടാവുന്ന വേദന നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. ഒരാളിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് പിന്നെ സോറി പറഞ്ഞാൽ ആ വേദന, നമ്മൾ കൊടുത്ത വേദന അവരിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് പ്രാർത്ഥനാ വിഷയം പറയേണ്ടവർ ഫേസ്ബുക്കിൽ തന്നെ പ്രാർത്ഥനാ വിഷയം പറയുക. ആമേൻ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വചനം കേട്ട് വിടുവിക്കപ്പെടണമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. എന്നെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും.